Hi everyone, welcome to Disha Academy. So, we will SSC CGRന്റെ സയൻസിൽ ചോദിച്ചിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ക്വസ്റ്റ്യൻസ് മാത്രമല്ല അതിൻ്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ നമ്മളിവിടെ നോക്കി പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടൊരു സെഷൻ ആയിരിക്കും. സയൻസിൽ നിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മിസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ സെഷൻ ഉറപ്പായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. സോ നമുക്ക് ഓരോരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: Which of the following physical quantities has the same SI unit as work? താഴെ തന്നിട്ടുള്ളത് ഏത് ഫിസിക്കൽ ക്വാണ്ടിറ്റിക്കാണ് വർക്കിന്റെ അതേ SI യൂണിറ്റ് ഉള്ളത് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഓപ്ഷൻസ് വന്നിരിക്കുന്നത് ഫോഴ്സ്, പവർ, പ്രഷർ, എനർജി. ഈ 4 ഓപ്ഷൻസ് ആണ് നമ്മുടെ ഫ്രണ്ടിലുള്ളത്. അപ്പോൾ പെട്ടെന്ന് ആലോചിച്ച് നോക്കൂ, ഏതായിരിക്കും നമ്മുടെ വർക്കിന്റെ അതേ SI യൂണിറ്റ് ഉള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റി? ഏതായിരിക്കും? കിട്ടിയോ? ഓക്കെ. സോ നമുക്കറിയാം വർക്കിനും അതുപോലെ തന്നെ എനർജിക്കും ഒരേ യൂണിറ്റ് ആണ്. വർക്കിനും എനർജിക്കും ഒരേ യൂണിറ്റ് ആണ്. ആ യൂണിറ്റ് മറ്റൊന്നുമല്ല, അത് ജൂൾ ആണ് അല്ലെ? വർക്കിന്റെയും എനർജിയുടെയും യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? അത് മറ്റൊന്നുമല്ല, അത് ജൂൾ ആണ്. Joule is the SI unit of all kind of energy and work. എല്ലാ കൈൻഡ് ഓഫ് എനർജിയുടെയും അതുപോലെ തന്നെ വർക്കിന്റെയും SI യൂണിറ്റ് എന്താണ്? ജൂൾ ആണ്. അപ്പം ജൂൾ എന്ന് പറയുന്ന ആ ഒരു യൂണിറ്റിന് ജൂൾ എന്നുള്ള പേര് കൊടുത്തത് ആരുടെ ബിഹാഫിലാണ്? ജെയിംസ് പ്രെസ്കോട്ട് ജൂളിന്റെ ബിഹാഫിലാണ്. ഓക്കെ. സോ ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ബാക്കി ഓപ്ഷൻസ് കൂടെ ഒന്ന് നോക്കാം. ഓരോ ഓപ്ഷൻ നമ്മൾ ഫോഴ്സ്, പവർ, പ്രഷർ, എനർജി, ഈ 4 ആൾക്കാരുടെയും SI യൂണിറ്റ് എന്താണെന്ന് കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് പോവാം. നമുക്കറിയാം ഫോഴ്സിന്റെ SI യൂണിറ്റ് എന്താണ്? ഫോഴ്സിന്റെ SI യൂണിറ്റ് ന്യൂട്ടൺ അല്ലേ? ഫോഴ്സിന്റെ SI യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ ആണ്. പവറിന്റെതോ? പവറിന്റെ SI യൂണിറ്റ് മറ്റൊന്നുമല്ല, വാട്ട് ആണ്. പവറിന്റെ SI യൂണിറ്റ് വാട്ട് ആണ്. പ്രഷറിന്റെ SI യൂണിറ്റ് എന്താണ്? പ്രഷറിന്റെ SI യൂണിറ്റ് പാസ്കൽ ആണ്. പ്രഷറിന്റെ SI യൂണിറ്റ്. പിന്നെ ഉള്ളത് നമുക്ക് എനർജി ആണ്. എനർജിയുടെ SI യൂണിറ്റ് എന്താണ്? എനർജിയുടെ SI യൂണിറ്റ് നമ്മൾ ആദ്യം തന്നെ ഡിസ്കസ് ചെയ്തല്ലേ? എനർജിയുടെ SI യൂണിറ്റ് എന്താണ്? അത് വർക്കിന്റെ അതേ SI യൂണിറ്റ് ആണ്. അപ്പം വർക്കിന്റെയും അതുപോലെ തന്നെ എനർജിയുടെയും SI യൂണിറ്റ് എന്താണ്? അത് ജൂൾ ആണ്. ഓക്കെ. അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ എല്ലാവർക്കും ക്ലിയർ ആയല്ലോ. നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വർക്കിന്റെ അതേ SI യൂണിറ്റ് വരുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റി ഏതെന്നായിരുന്നു? നമുക്കറിയാം വർക്കിനും എനർജിക്കും ഒരേ യൂണിറ്റ് ആണ്, അത് ജൂൾ ആണ്. അതുപോലെ തന്നെ പിന്നെ വരുന്നത് ഫോഴ്സ് ആണ്. ഫോഴ്സിന്റെ SI യൂണിറ്റ് ന്യൂട്ടൺ, സിമ്പൽ N. പവറിന്റെ ആണെങ്കിലോ വാട്ട് ആണ്. W എന്ന് പറയുന്ന സിമ്പൽ വെച്ചിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യും. അതുപോലെ തന്നെ ഒരു വാട്ട് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? ജൂൾ പെർ സെക്കൻഡ് അല്ലേ? ജൂൾ പെർ സെക്കൻഡ്. വാട്ടിനെ നമുക്ക് എങ്ങനെ കൂടെ റെപ്രസെന്റ് ചെയ്യാം? ജൂൾ പെർ സെക്കൻഡ് അല്ലേ? J/S അല്ലെങ്കിൽ JS⁻⁻1 ജൂൾ പെർ സെക്കൻഡ്. ഇത് ഏത് രീതിയിൽ തന്നാലും നിങ്ങൾ എന്ത് ചെയ്യണം? ആൻസർ ചെയ്യാൻ എബിൾ ആയിരിക്കണം. ഓക്കെ. അതുപോലെ തന്നെ പ്രഷറിന്റെ SI യൂണിറ്റ് പാസ്കൽ ആണ്. നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് PA കൊണ്ടാണ് നമ്മൾ പാസ്കലിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Atoms of different elements with different atomic numbers having same mass number is known as Option A isobar, Option B isohalides, Option C isotopes and Option D ion. ഇത് നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? ഡിഫറെന്റ് എലമെന്റിന്റെ ആറ്റംസ്, പക്ഷെ അവരുടെ എന്ത് സെയിം ആണ്? മാസ് നമ്പർ സെയിം ആണ്, പക്ഷേ അറ്റോമിക് നമ്പർ ഡിഫറെന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ആ സ്പീഷീസിനെ നമ്മൾ എന്താണ് പറയുന്നത്? ഐസോബാർസ് എന്നാണോ? ഐസോഹാലൈഡ്സ് എന്നാണോ? ഐസോടോപ്സ് എന്നാണോ? അയോണുകൾ എന്നാണോ? എന്താണ് നമ്മൾ പറയുന്നത്? ഓക്കെ, ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾക്ക് അറിയുന്ന ആൻസർ തന്നെയാണ് അല്ലേ? മറ്റൊന്നുമല്ല, നമ്മൾ പറയുന്നത് ഐസോബാറുകൾ എന്നാണ്. അതായത് സെയിം അറ്റോമിക് നമ്പറും ഡിഫറെന്റ് മാസ് നമ്പറും ആണെങ്കിൽ നമ്മൾ അവരെ എന്ത് പറയും? അവരെ നമ്മൾ ഐസോടോപ്സ് എന്ന് പറയും. സെയിം അറ്റോമിക് നമ്പറും ഡിഫറെന്റ് മാസ് നമ്പറും ആണെങ്കിൽ ഐസോടോപ്പുകൾ എന്ന് പറയും. നമുക്ക് എക്സാമ്പിൾസ് അറിയാം, വളരെ ഫെമിലിയർ ആയിട്ടുള്ള എക്സാമ്പിൾസ് ഉണ്ടല്ലേ? 1H1, 2H1, അതുപോലെ തന്നെ 3H1. ഹൈഡ്രജന്റെ 3 ഐസോടോപ്പുകൾ. ഇനി വേറൊരു എക്സാമ്പിൾ നമുക്കറിയാം, കാർബൺ 12 ഉണ്ട്, അതുപോലെ തന്നെ കാർബൺ
14 ഉണ്ട്. ഇത് കാർബണിന്റെ 2 ഐസോടോപ്പുകളാണ്. ഇതുപോലെ ഒരുപാട് എക്സാമ്പിൾസ് നമുക്ക് അവൈലബിൾ ആണ്. ഐസോടോപ്പുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കെമിക്കൽ പ്രോപ്പർട്ടീസ് സെയിം ആയിരിക്കും. അവരുടെ കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. പക്ഷെ അവർക്ക് എന്തായിരിക്കും? ഡിഫറെന്റ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആയിരിക്കും. ഇതാണ് ഐസോടോപ്പുകൾ. പക്ഷെ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന ഐസോടോപ്പുകളെ പറ്റിയാണോ? അല്ല. ഇതിന്റെ നേരെ ഉൾട്ടാ കേസ്, നേരെ ഓപ്പോസിറ്റ് കേസാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താണ്? നമുക്ക് എന്ത് വേണം? ഡിഫറെന്റ് അറ്റോമിക് നമ്പർ എന്ന് ഡയറക്റ്റ് തരാതെ അവർ എന്ത് തന്നിരിക്കുന്നു? ഡിഫറെന്റ് ആറ്റംസ് ആണെന്ന് തന്നു. ഡിഫറെന്റ് എലമെന്റിന്റെ ആറ്റംസ് എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും അവിടെ എന്തായിരിക്കും? അറ്റോമിക് നമ്പർ ഡിഫറെന്റ് ആയിരിക്കും. പക്ഷേ എന്താണ്? സെയിം മാസ് നമ്പർ ആണ് അല്ലേ? സെയിം മാസ് നമ്പർ ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അവരെ എന്ത് പറയും? ഐസോബാറുകൾ എന്ന് പറയും. ഓക്കെ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഉള്ളൊരു ഓപ്ഷനാണ് അയോൺസ്. നമുക്കറിയാം. അയോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർജ്ഡ് ആറ്റംസ് ആണ് അല്ലെ? ചാർജ് ഉള്ള ആറ്റങ്ങളെയാണ് നമ്മൾ അയോൺസ് എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ Na+, K+, Cl-, F-, ഇങ്ങനെ ചാർജ്, പോസിറ്റീവ് നെഗറ്റീവ് ചാർജുകൾ കണ്ടല്ലോ. ഈ ചാർജുള്ള ആൾക്കാരാണ് നമ്മൾ എന്ത് പറയുന്നത്? അയോൺസ് എന്ന് പറയുന്നത്. പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ നമ്മൾ അവരെ കാറ്റയോൺസ് എന്ന് വിളിക്കും. നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ നമ്മൾ അവരെ ആനയോൺസ് എന്ന് വിളിക്കും. പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ കാറ്റയോൺസ്, നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ ആനയോൺസ്. ഇനി ഐസോഹാലൈൻസ് എന്താണെന്ന് നോക്കാം. ഐസോഹാലൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കെമിസ്ട്രിയുമായിട്ട് അങ്ങനെ റിലേറ്റ് വരുന്ന ഒരു ടോപ്പിക് അല്ല. അപ്പൊ നമുക്ക് ഇതിനൊരു മാപ്പ് ഉണ്ടെന്ന് വിചാരിച്ചോ. ഈ മാപ്പിന്റെ ഒക്കെ പുറത്ത് ഒരേ സലൈനിറ്റ് വരുന്ന ഏരിയാസിനെ ലിങ്ക് ചെയ്തുകൊണ്ട് നമ്മൾ വരയ്ക്കുന്ന ലൈൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഐസോഹാലൈൻസ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? നമുക്കൊന്ന് നോക്കാം. എലമെന്റ്സ് ഹാവിംഗ് സെയിം മാസ് നമ്പർ ബട്ട് ഡിഫറെന്റ് അറ്റോമിക് നമ്പർ ആർ നോൺ ആസ് ഐസോബാർസ്. ഒരേ മാസ് നമ്പറും ഡിഫറെന്റ് അറ്റോമിക് നമ്പർ ആണെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും? ഐസോബാർസ് എന്ന് വിളിക്കും. എക്സാമ്പിൾസ് വരുന്നത് 19, K40, അതുപോലെ തന്നെ 20, Ca40. ഓക്കെ. ഇത് രണ്ടുമാണ് നമുക്ക് എന്ത് വരുന്നത്? എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത് നോക്കേണ്ടത് സോറി അറ്റോമിക് നമ്പർ മുകളിൽ വരണേ. ഇങ്ങനെ വേണം എഴുതാൻ. 40, Ca19, അതുപോലെ തന്നെ 40, Ca20, 40, K19 ഇങ്ങനെ എഴുതണം. നമ്മൾ എപ്പോഴും റെപ്രസെന്റ് ചെയ്യുമ്പോൾ താഴെയുള്ളത് അറ്റോമിക് നമ്പറും മുകളിലുള്ളത് മാസ് നമ്പറുമാണ് കേട്ടോ. താഴെയുള്ളത് അറ്റോമിക് നമ്പറും മുകളിലുള്ളത് മാസ് നമ്പറും ഇങ്ങനെ വേണം എഴുതാനേ. ഒന്നുകൂടെ ഞാൻ എഴുതി കാണിക്കാം. അപ്പം ഈ ഓപ്ഷൻ നമ്മൾ കറക്റ്റ് ആയിട്ട് എങ്ങനെ എഴുതും? കാൽഷ്യത്തിന്റെ മാസ് നമ്പർ 40, അപ്പോൾ 40 K, കാൽഷ്യത്തിന്റെ അറ്റോമിക് നമ്പർ 20. ഇനി പൊട്ടാഷ്യത്തിന്റെ ആണെങ്കിലോ മാസ് നമ്പർ മുകളിൽ എഴുതണം. മാസ് നമ്പർ 40 K, ഇവിടെ എന്ത് വരും? 19 എന്ന് വരും. അപ്പൊ താഴെ നമ്മൾ അറ്റോമിക് നമ്പർ എഴുതും. മുകളിൽ നമ്മൾ എന്ത് എഴുതും? മുകളിൽ നമ്മൾ മാസ് നമ്പർ എഴുതും. ഇത് സിമ്പിൾ. ഏറ്റവും എളുപ്പത്തിൽ നിങ്ങൾക്ക് മറന്നു പോകാതിരിക്കാൻ എന്ത് ചെയ്താൽ മതി? 1H1 2H1 ഓർത്താൽ മതി അല്ലേ? ഇവിടെ മാസ് ആണ് ഡിഫറെന്റ് ആയിട്ട് വരുന്ന ഐസോടോപ്പുകൾക്ക്. ഇത് 2 മാറി വരും. പക്ഷെ അറ്റോമിക് നമ്പർ എന്ത് ചെയ്യുന്നില്ല? മാറുന്നില്ല. അത് താഴെയാണ് വരേണ്ടത് കേട്ടോ. അപ്പം എലമെന്റ്സ് ഹാവിംഗ് സെയിം മാസ് നമ്പർ ബട്ട് ഡിഫറെന്റ് അറ്റോമിക് നമ്പേഴ്സ് ആർ നോൺ ആസ് ഐസോബാർസ്. അത് കഴിഞ്ഞ് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് കേസ് പറയാം അല്ലേ? ആറ്റംസ് വിത്ത് സെയിം നമ്പർ ഓഫ് പ്രോട്ടോൺസ് but different number of neutrons are called isotopes. അതായത് നമ്പർ ഓഫ് പ്രോട്ടോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റോമിക് നമ്പർ അല്ലേ? സെയിം നമ്പർ ഓഫ് പ്രോട്ടോൺസ് എന്ന് പറഞ്ഞാൽ അറ്റോമിക് നമ്പർ എന്താണ്? സെയിം ആണ്. ബട്ട് ഡിഫറെന്റ് നമ്പർ ഓഫ് ന്യൂട്രോൺസ്. പ്രോട്ടോണിന്റെയും ന്യൂട്രോണിന്റെയും കൂടെ സമ്മാണ് എന്ന് പറയുന്നത് മാസ് നമ്പർ. അപ്പം മാസ് നമ്പർ, അപ്പൊ പ്രോട്ടോണിന്റെ നമ്പർ സെയിം ആണ്. പിന്നെ എന്തേ മാറത്തുള്ളൂ? ന്യൂട്രോണിന്റെ നമ്പറേ മാറത്തുള്ളൂ. ന്യൂട്രോണിന്റെ നമ്പർ ഡിഫറെന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അവരെ എന്ത് പറയും? അങ്ങനെയാണെങ്കിൽ നമ്മൾ അവരെ പറയുന്ന പേരാണ് ഐസോടോപ്സ്.
isotopes. Okay. So അടുത്തത് isohalane ആണ്. Isohalane is a line on the surface of map or chart that connect the points of ocean with the same salinity. Okay, ഒരു മാപ്പിന്റെയോ ചാർട്ടിന്റെയോ പുറത്തുള്ള ലൈൻസ് ആണ്. അത് എന്ത് ചെയ്യും? സെയിം സലൈനിറ്റി ഉള്ള ഓഷ്യന്റെ പോയിന്റ്സിനെ കണക്ട് ചെയ്യും. അടുത്ത നമ്മൾ അയോൺസ് എന്താണെന്ന് നോക്കുകയാണ്. An ion is of an atom is a group of an ion is an atom or group of atoms that has electric charge. Okay, ions with positive charge are called as cations and ions with a negative charge is called as anions. Positive charge ഉള്ള ions നമ്മൾ എന്ത് വിളിക്കും? cations എന്ന് വിളിക്കും. അതുപോലെ നെഗറ്റീവ് ചാർജ് ഉള്ള ions നമ്മൾ anions എന്ന് വിളിക്കും. So നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Which of the following is equivalent to coulomb per second? തന്നിട്ടുള്ളതിൽ coulomb per secondന് ഇക്വലന്റ് ആയിട്ടുള്ളത് ആരാണെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ ഫാരഡേ ആണ്, സെക്കൻഡ് ഓപ്ഷൻ ഓം, തേർഡ് ഓപ്ഷൻ വോൾട്ട്, ഫോർത്ത് ഓപ്ഷൻ ആംപിയർ. അല്ലേ? കൂളം പെർ സെക്കൻഡ്. കൂളം പെർ സെക്കൻഡ്. കൂളം പെർ സെക്കൻഡ് എന്ന് പറയുന്നത് എന്തിന് ഇക്വലന്റ് ആണ് നമുക്കറിയാം. കൂളം പെർ സെക്കൻഡ് എന്ന് പറയുന്നത് ആംപിയറിന് ഈക്വൽ ആണ്. അല്ലേ? കൂളം പെർ സെക്കൻഡ് എന്തിന് ഈക്വൽ ആണ്? കൂളം പെർ സെക്കൻഡ് എന്ന് പറയുന്നത് ആംപിയറിന് ഈക്വൽ ആണ്. കൂളം പെർ സെക്കൻഡ് ആംപിയറിന് ഈക്വൽ ആണ്. ഓക്കെ, അതുപോലെ തന്നെ ബാക്കി ഉള്ളത് എന്തിൻ്റെയൊക്കെ യൂണിറ്റ് ആണെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിപ്പോവാം. അല്ലേ? ബാക്കിയുള്ളത് ഫാരഡേ. ഫാരഡേ എന്തിൻ്റെ യൂണിറ്റ് ആണ്? ഫാരഡേ കപ്പാസിറ്റൻസ്. കപ്പാസിറ്റൻസ്. ഫാരഡേ എന്തിൻ്റെ യൂണിറ്റ് ആണ്? കപ്പാസിറ്റൻസിൻ്റെ യൂണിറ്റ് ആണ്. ഇനി ഓം നമുക്കറിയാം. ഓം എന്തിൻ്റെ യൂണിറ്റ് ആണ്? ഓം എന്ന് പറയുന്നത് റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് അല്ലേ? ഓം എന്ന് പറയുന്നത് എന്തിൻ്റെ യൂണിറ്റ് ആണ്? റെസിസ്റ്റൻസ്. റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് ആണ് ഓം എന്ന് പറയുന്നത്. ഇനി അടുത്ത് നമുക്ക് നോക്കാം. അടുത്തത് വോൾട്ട് ആണ്. വോൾട്ട്. വോൾട്ട് എന്തിന്റെ യൂണിറ്റ് ആണ്? വോൾട്ട് എന്ന് പറയുന്നത് എന്തിന്റെ യൂണിറ്റ് ആണ്? വോൾട്ട് എന്ന് പറയുന്നത് ഇലക്ട്രിക് പൊട്ടൻഷ്യലിന്റെ യൂണിറ്റ് അല്ലേ? ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. ഇലക്ട്രിക് പൊട്ടൻഷ്യലിന്റെ യൂണിറ്റ് ആണ് എന്തെന്ന് പറയുന്നത്? വോൾട്ട് എന്ന് പറയുന്നത്. ആൻഡ് ഫൈനലി ആംപിയർ. ആംപിയർ ജൂൾ അല്ല, കൂളം പെർ സെക്കൻഡ്. ആംപിയർ അഥവാ കൂളം പെർ സെക്കൻഡ് എന്തിന്റെ യൂണിറ്റ് ആണ്? ഇലക്ട്രിക് കറണ്ട്. അല്ലെ? ഇലക്ട്രിക് കറണ്ടിന്റെ യൂണിറ്റ് ആണ് എന്തെന്ന് പറയുന്നത്? ആംപിയർ അല്ലെങ്കിൽ കൂളം പെർ സെക്കൻഡ് എന്ന് പറയുന്നത് ഇലക്ട്രിക് കറണ്ടിന്റെ യൂണിറ്റ്. നമുക്ക് ആൻസർ നോക്കാം. കൂളം പെർ സെക്കൻഡ് ഇസ് ഇക്വാലന്റ് ടു ആംപിയർ. അല്ലെ? കൂളം പെർ സെക്കൻഡ് എന്തിന് ഇക്വാലന്റ് ആണ്? ആംപിയറിന് ഈക്വൽ ആണ്. ആംപിയറിന് ഈക്വൽ ആണ്. ഓക്കെ, അത് എന്തിന്റെ എസ് ഐ യൂണിറ്റ് ആണ്? ഇലക്ട്രിക് കറണ്ടിന്റെ എസ് ഐ യൂണിറ്റ് ആണ്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. Generally, which of the following is known as blood thinners? Anti-caking agent, antibiotics, antibodies and anticoagulants. താഴെ തന്നിട്ടുള്ള ഓപ്ഷൻസ് ഏത് ഓപ്ഷനാണ് ബ്ലഡ് തിന്നർ? അല്ലെ? ബ്ലഡ് തിന്നർ എന്ന് പറയുമ്പോൾ ബ്ലഡിന്റെ കട്ടി കുറയ്ക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ബ്ലഡ് കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് എന്തിനാണെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പം ഫസ്റ്റ് ഓപ്ഷൻ തന്നിരിക്കുന്നത് ആന്റി കേക്കിംഗ് ഏജന്റുകൾ എന്നാണ്. ആന്റി കേക്കിംഗ് ഏജന്റ് എന്താണ്? ആന്റി കേക്കിംഗ് ഏജന്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല, നമ്മുടെ പൊടി പോലെ പാക്കറ്റിൽ വരുന്ന പൊടി പോലുള്ള സാധനങ്ങളുള്ള പൊടിയായിട്ടുള്ള സാധനങ്ങൾ അത് കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ആഡ് ചെയ്യുന്ന സാധനങ്ങളാണ് എന്തെന്ന് പറയുന്നത്? ആന്റി കേക്കിംഗ് ഏജന്റുകൾ എന്ന് പറയുന്നത്. അല്ലേ? അപ്പൊ നമുക്ക് നോക്കാം. ആന്റി കേക്കിംഗ് ഏജന്റ്സ് ആർ സബ്സ്റ്റൻസസ് added to powdered or granulated materials to prevent clumping. അല്ലെ? ആന്റി കേക്കിംഗ് ഏജന്റ്സ് എന്താണ്? ക്ലമ്പിങ് അല്ലെങ്കിൽ കട്ട പിടിക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പൗഡേർഡ് ആയിട്ടോ അല്ലെങ്കിൽ ഗ്രാനുലേറ്റഡ് ആയിട്ടുള്ള പൊടിച്ച സാധനങ്ങളിൽ ചേർക്കുന്ന ആൾക്കാരെയാണ് എന്ന് പറയുന്നത് ആന്റി കേക്കിംഗ് ഏജന്റുകൾ എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബ്ലഡ് തിന്നറായിട്ട് ഉപയോഗിക്കുന്നത് ബ്ലഡ് തിന്നേഴ്സിനെ നമ്മൾ ജനറലി പറയുന്ന പേരെന്തായിരുന്നു? അത് ആന്റിബയോട്ടിക്സ് ആണ്. അപ്പൊ ആന്റി കേക്കിംഗ് ഏജന്റ് അല്ല. ഇനി ആന്റിബയോട്ടിക്സ് ആണോ? ആന്റിബയോട്ടിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമുക്കറിയാം ആന്റിബയോട്ടിക്സ് ബേസിക്കലി മെഡിസിൻസ് ആണ്. ആന്റിബയോട്ടിക്സ് എന്താണ്? അത് ബേസിക്കലി മെഡിസിൻസ് ആണ്. എന്തിനു വേണ്ടിയിട്ടുള്ള മെഡിസിൻസ്? ബാക്ടീരിയൽ ഡിസീസിന് എഗെയിൻസ്റ്റ് ബാക്ടീരിയാസിന് എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മെഡിസിൻസിനാണ് നമ്മൾ എന്ത് പറയുന്നത്?
ആന്റിബയോട്ടിക്സ് എന്ന് പറയുന്നത്. അടുത്തത് ആന്റിബോഡീസ്. ആന്റിബോഡീസും ആന്റിജൻസും. ആന്റിബോഡീസ് പറയുമ്പോൾ കൂട്ടത്തിൽ തന്നെ നമ്മൾ വേറൊരാളുടെ പേര് പറയണം, ആന്റിജൻ. അപ്പോൾ ഈ ആന്റിജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി നമ്മുടെ ബോഡിക്ക് ഹാർംഫുൾ ആയിട്ടുള്ള ആൾക്കാരെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ആന്റിജൻസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഒരു പാത്തോജൻ അസുഖം ഉണ്ടാക്കുന്ന രോഗകാരികളൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആന്റിജൻസ് എന്ന് പറയുന്നത്. നമ്മുടെ ബോഡി ഈ ആന്റിജൻസുമായിട്ട് എക്സ്പോസ്ഡ് ആയി കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ ഒരു ജലദോഷം ഉണ്ടാക്കേണ്ട ഒരു വൈറസിന്റെ ബോഡിയിൽ കയറും. വൈറസ് ആണ് എന്ന് പറയുന്നത് ആന്റിജൻ എന്ന് പറയുന്നത്. അതെന്റെ ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ അതിന്റെ പ്രവർത്തനത്തിന് എഗെയിൻസ്റ്റ് ആയിട്ട് എന്റെ ബോഡി എന്ത് ചെയ്യും, ചില പ്രോട്ടീനുകളെ ഉണ്ടാക്കും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആന്റിബോഡീസ് എന്ന് പറയുന്നത്. അപ്പം ആന്റിബോഡീസും നമ്മുടെ ആൻസർ അല്ല. സോ ഫൈനലി വരുന്നത് എന്താണ്, ആന്റികോയാഗുലൻസ്. നമ്മൾ പറയാറുണ്ട് അല്ലേ, ബ്ലഡ് കട്ട പിടിക്കുന്നതിന് നമ്മൾ കൊയാഗുലേഷൻ എന്ന് പറയാറില്ലേ, കൊയാഗുലേഷൻ ഓഫ് ബ്ലഡ് അല്ലെ, ബ്ലഡ് കട്ട പിടിക്കുന്നത് കൊയാഗുലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് വഴിയാണ്. ആന്റികോയാഗുലൻസ് ബ്ലഡ് കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ബ്ലഡ് തിന്നാക്കാൻ വേണ്ടി, ബ്ലഡ് തിന്നേഴ്സ് ബ്ലഡിനെ ലൂസ് ആക്കാൻ വേണ്ടി, ഒരു വാട്ടർ കൺസിസ്റ്റൻസി കൊടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെഡിസിൻസിനെ നമ്മൾ പറയുന്ന പേരാണ് ആന്റികോയാഗുലൻസ്. അതിന്റെ ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രക്തം കട്ട പിടിച്ച് മനുഷ്യനുണ്ടാകുന്ന അസുഖങ്ങൾ, ഫോർ എക്സാമ്പിൾ അറ്റാക്ക് പോലുള്ള അസുഖങ്ങളൊക്കെ രക്തം കട്ട പിടിച്ച് ബ്ലോക്ക് എന്നൊക്കെ പറയത്തില്ല, അങ്ങനത്തെ അസുഖങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, ആന്റികോയാഗുലൻസ് ഉപയോഗിക്കുന്നത്. ഓക്കെ, so anticoagulants are medicines that prevent blood clots from forming in the bloodstream. bloodstreamil blood കട്ട പിടിച്ച് ബ്ലഡ് ക്ലോട്ടുകൾ ഉണ്ടാകുന്നത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മരുന്നുകളാണ് നമ്മൾ എന്ത് പറയുന്നത്, ആന്റികോയാഗുലൻസ് എന്ന് പറയുന്നത്. ആന്റിബോഡീസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ആന്റിബോഡീസ് ആർ പ്രോട്ടീൻസ് മെയ്ഡ് ബൈ പ്ലാസ്മ സെൽസ്, a type of white blood cells in response to antigen. ആന്റിജൻസിന് റെസ്പോൺസ് ആയിട്ട് അല്ലെങ്കിൽ ആന്റിജൻസ് വരുമ്പോൾ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ബോഡി ഉണ്ടാക്കുന്നതാണ് ആരെ, ആന്റിബോഡീസിനെ. ആന്റിജൻസ് ആർ ഹാർംഫുൾ സബ്സ്റ്റൻസസ് that cause body to produce specific immune response. ബോഡിയെ എന്തെങ്കിലും ഹാർംഫുൾ ആയിട്ടുള്ള സബ്സ്റ്റൻസ് വരുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ആന്റിജൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അവർ ബോഡിയിൽ കയറുമ്പോൾ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം നല്ല അലേർട്ട് ആവും. ഇമ്മ്യൂൺ സിസ്റ്റം എന്ത് ചെയ്യും, ഇമ്മ്യൂൺ റെസ്പോൺസ് ക്രിയേറ്റ് ചെയ്യും. പിന്നെ ആന്റി കേക്കിംഗ് ഏജന്റ് നമ്മൾ പറഞ്ഞു എന്താണ്, പൊടിച്ച സാധനങ്ങൾ അല്ലേ, ഗ്രാനുലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പൗഡേർഡ് ആയിട്ടുള്ള സാധനങ്ങൾ കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ചേർക്കുന്നതാണ് ആന്റി കേക്കിംഗ് ഏജന്റ്. And finally, antibiotics. Antibiotics എന്താണ്, they are medicines that fight bacterial infections. Bacterial infections ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ബോഡിയല്ല നമ്മൾ കഴിക്കുന്ന മെഡിസിൻസിനാണ് എന്ത് പറയുന്നത്, ആന്റിബയോട്ടിക്സ് എന്ന് പറയുന്നത്. മനുഷ്യരിലും അതുപോലെ മൃഗങ്ങളിലും ഇത് ഉപയോഗിക്കുന്നുണ്ട്. അടുത്തത്, which of the following is the instrument used in submarines to view objects above sea level? ഓക്കെ, അപ്പൊ കടലിന്റെ അടിയിൽ നിന്ന് നമ്മൾ സീ ലെവലിന് മുകളിലുള്ള സാധനങ്ങൾ കാണാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് എന്താണെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ ആദ്യത്തേത് ഓഡോമീറ്റർ, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് പാരഹീലിയോമീറ്റർ, തേർഡ് ഇപ്സോമീറ്റർ, ഫോർത്ത് പെരിസ്കോപ്പ്. കടലിനടിയിൽ നിന്ന് മുകളിലത്തെ കാഴ്ച കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് എന്താണെന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ ആൻസർ മറ്റൊന്നുമല്ല, നമുക്കറിയാം പെരിസ്കോപ്പ് ആണ്. പെരിസ്കോപ്പിന്റെ ഒരു പിക്ചറാണ് ഞാൻ ഇവിടെ കൊടുത്തേക്കുന്നത്. ഇത് ശരിക്കും ഇതിന്റെ ബാക്കി പാർട്ടുണ്ട്. പെരിസ്കോപ്പ് എങ്ങനെ ഇരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഇരിക്കുക. ഓക്കെ, ഇങ്ങനെയാണ് പെരിസ്കോപ്പ് കാണാനിരിക്കുന്നത്. ഇതൊരു ട്യൂബാണെന്ന് വിചാരിച്ചോ, ഇങ്ങനെയാണ് പെരിസ്കോപ്പ് കാണാനിരിക്കുന്നത്. അപ്പം ഇവിടെ കടലാണെങ്കിൽ ഈ കടലിന്റെ അടിയിൽ ഒരാൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് കൂടെ നോക്കാം. ഇതിനകത്ത് മിറേഴ്സ് ഒക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പൊ ആ റിഫ്ലക്ഷൻ വഴി എന്ത് ചെയ്യാൻ പറ്റും, ഈ പുറത്തുള്ള കാഴ്ച നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇതിന് പറയുന്നതാണ് പെരിസ്കോപ്പ്. അപ്പൊ പെരിസ്കോപ്പ് ഈസ് ആൻ ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ സബ്മറൈൻ to see the view above the sea level. It is used in submarine. The officer used to see the target. The submarines, an instrument called periscope, is used to see objects above sea level. കടലിന് മുകളിലുള്ള സാധനങ്ങൾ, സീ ലെവലിന് മുകളിലുള്ള സാധനങ്ങൾ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് സബ്മറൈൻസിൽ ഉപയോഗിക്കുന്ന സാധനത്തിനാണ് ഇൻസ്ട്രുമെന്റ് നമ്മൾ പറയുന്ന പേരാണിത് പെരിസ്കോപ്പ്. അടുത്തതാണ് ഓഡോമീറ്റർ. ഓഡോമീറ്റർ എന്ന് പറയുമ്പോൾ നമ്മുടെ വണ്ടികൾ എത്ര ദൂരം ട്രാവൽ ചെയ്തു അല്ലെ,
ടയറുള്ള വീലുള്ള വണ്ടികൾ എത്ര ദൂരം ട്രാവൽ ചെയ്തു എന്നറിയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മെഷീനാണ് ഓഡോമീറ്റർ. അത് നിങ്ങൾ സ്പീഡോമീറ്ററുമായിട്ട് കൺഫ്യൂസ് ചെയ്ത്, സ്പീഡോമീറ്റർ ആണ് ഇത്. സ്പീഡോമീറ്റർ ബേസിക്കലി എന്താണ് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര സ്പീഡിലാണ് വണ്ടി ആ സമയത്ത് പൊക്കോണ്ടിരിക്കുന്നത് എന്നാണ് ആര് കാണിക്കുന്നത്? സ്പീഡോമീറ്റർ കാണിക്കുന്നത്. പക്ഷേ ഓഡോമീറ്റർ കാണിക്കുന്നത് എന്താണ്? ഓഡോമീറ്റർ എത്ര ദൂരം ട്രാവൽ ചെയ്തു, സ്പീഡല്ല, എത്ര ദൂരം ട്രാവൽ ചെയ്തു ഒരു വെഹിക്കിൾ എന്ന് കാണിക്കുന്നതാണ് ഓഡോമീറ്റർ. നമ്മുടെ വണ്ടികളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നതാണ് ഓഡോമീറ്റർ. ഓക്കെ, അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് പെരിഹീലിയോമീറ്റർ ആണ്, പാരഹീലിയോമീറ്റർ. സോ പാരഹീലിയോമീറ്റർ എന്ന് പറയുന്നത് സോളാർ റേഡിയേഷന്റെ എമൗണ്ട് എർത്തിൽ റീച്ച് ചെയ്യുന്ന, ഇതാണ് ഇമേജ്, എർത്തിൽ റീച്ച് ചെയ്യുന്ന സോളാർ റേഡിയേഷന്റെ എമൗണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ആണ്. ഹൈ സെൻസിറ്റിവിറ്റി ഉള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആണ് പെരിഹീലിയോമീറ്റർ എന്ന് പറയുന്നത്. അടുത്തത് ഹിപ്സോമീറ്റർ. ഹിപ്സോമീറ്റർ ഹൈറ്റ് അല്ലെങ്കിൽ എലിവേഷൻ, ഒരു സാധനത്തിന്റെ പൊക്കം കണ്ടുപിടിക്കാൻ, ഹൈറ്റ് അല്ലെങ്കിൽ എലിവേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ആണ് എന്തെന്ന് പറയുന്നത്? ഹിപ്സോമീറ്റർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എന്തൊക്കെ നോക്കി? നമ്മൾ നോക്കി ഓഡോമീറ്റർ എന്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു? നമ്മുടെ വണ്ടി എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അടുത്ത പെരിഹീലിയോമീറ്റർ സണ്ണിന്റെ റേഡിയേഷൻ അളവ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ഹിപ്സോമീറ്റർ എന്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്? ഹൈറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ പെരിസ്കോപ്പ് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? സബ്മറൈനിലുള്ള കാര്യങ്ങൾ ഓഫീസേഴ്സിനൊക്കെ കാണാൻ വേണ്ടി, സബ്മറൈനിൽ നിന്ന് മുകളിലുള്ള കാര്യങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, മെക്കാനിക്കൽ എനർജി ഈസ് ദ സം ഓഫ് പൊട്ടൻഷ്യൽ എനർജി ആൻഡ് ഡാഷ് എനർജി. നമുക്കറിയാം കൈനറ്റിക് എനർജിയുടെയും പൊട്ടൻഷ്യൽ എനർജിയുടെയും സമ്മിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മെക്കാനിക്കൽ എനർജി എന്ന് പറയുന്നത്. മെക്കാനിക്കൽ എനർജി എന്തിൻ്റെയൊക്കെ സമാണ്? കൈനറ്റിക് എനർജിയുടെയും പൊട്ടൻഷ്യൽ എനർജിയുടെയും സമാണ് മെക്കാനിക്കൽ എനർജി. കൂടുതലൊന്നും ഡിസ്കസ് ചെയ്യാനില്ല, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡാഷ്. ആക്സിലറേഷൻ എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എന്താണ്? മൊമെന്റം ആണോ, പൊസിഷൻ ആണോ, ഡിസ്പ്ലേസ്മെന്റ് ആണോ, വെലോസിറ്റി ആണോ? ഇതാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എന്താണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം അത് മറ്റൊന്നുമല്ല, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ആണ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഫോഴ്സ്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ആണ് ഫോഴ്സ്. ഇനി പൊസിഷനെയും ഡിസ്പ്ലേസ്മെന്റിനെയും നമുക്ക് എന്ത് പറയാം? ഒരേ രീതിയിൽ കണ്ടുപിടി. പൊസിഷൻ ചേഞ്ച് ചെയ്യുക, അല്ലെ? ഇവിടെ ഇരിക്കുന്ന ഒരു സാധനം ഇങ്ങോട്ടേക്ക് മാറി പൊസിഷൻ ചേഞ്ച് ആയി. ഈ രണ്ട് പൊസിഷൻസ് തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ് എന്തെന്ന് പറയുന്നത്? ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പോ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പൊസിഷൻ അല്ലെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് എന്താണ്? വെലോസിറ്റി ആണ്, വെലോസിറ്റി. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എന്താണ്? ഫോഴ്സ് ആണ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പൊസിഷൻ അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് വെലോസിറ്റി ആണ്. അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ആക്സിലറേഷൻ എന്താണെന്നാണ്. ആക്സിലറേഷൻ എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ആണ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ഈസ് കോൾഡ് ആസ് ആക്സിലറേഷൻ. സോ ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എന്ന് പറയുന്നത് ഫോഴ്സ് ആണ്. അതുപോലെ തന്നെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പൊസിഷൻ അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് എന്തിന് ഈക്വൽ ആണ്? വെലോസിറ്റിക്ക് ഈക്വൽ ആണ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സൗണ്ട് ട്രാവൽസ് ഫാസ്റ്റസ്റ്റ് ഇൻ. സൗണ്ട് ഈ തന്നിരിക്കുന്നതിൽ ഏത് മീഡിയത്തിലാണ് കൂടുതൽ ഫാസ്റ്റ് ആയിട്ട് ട്രാവൽ ചെയ്യുന്നത്? പെട്രോൾ, ഓപ്ഷൻസ് ഇതൊക്കെയാണ്: പെട്രോൾ, സ്റ്റീൽ, നൈട്രജൻ, കെറോസിൻ ഓയിൽ. പെട്രോൾ, സ്റ്റീൽ, നൈട്രജൻ, കെറോസിൻ ഓയിൽ. എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്കറിയാം സൗണ്ടിന് ട്രാവൽ ചെയ്യാൻ എന്തിന്റെ ആവശ്യമുണ്ട്? ഒരു മീഡിയത്തിന്റെ ആവശ്യമുണ്ട്. സൗണ്ടിന് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തിന്റെ ആവശ്യമുണ്ട്? ഒരു മീഡിയത്തിന്റെ ആവശ്യമുണ്ട്, അല്ലെ? അപ്പൊ സൗണ്ട് വേവ്സ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്ത് വേവ്സ് ആണ്? മെക്കാനിക്കൽ വേവ്സ്. അവർക്ക് എന്ത് വേണം? they need a medium to travel. ഒരു മീഡിയം ആവശ്യമുണ്ട് സൗണ്ട് വേവ്സിന് ട്രാവൽ ചെയ്യാനായിട്ട്. അപ്പൊ ഈ മീഡിയത്തിന്റെ കാര്യം പറയുമ്പോൾ ഏത് മീഡിയത്തിൽ കൂടെയാണ് ട്രാവൽ ചെയ്യുന്നത്? നമുക്ക് കൂടുതൽ ഫാസ്റ്റ് ആയിട്ട് ട്രാവൽ ചെയ്യുന്നത് നോക്കാം. ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് സൗണ്ട് ട്രാവൽ ചെയ്യുന്നത് സോളിഡ്സിൽ കൂടെയാണ്. സോളിഡ്സിൽ കൂടെയാണ് ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നത്? നമ്മുടെ സൗണ്ട് ട്രാവൽ ചെയ്യുന്നത്. അതിനേക്കാൾ കുറവ് സ്പീഡിലാണ് ലിക്വിഡ്സിൽ കൂടെ ട്രാവൽ ചെയ്യുക. അതിനേക്കാൾ കുറവ് സ്പീഡിലാണ് ലിക്വിഡ്സിൽ കൂടെ ട്രാവൽ ചെയ്യുക.
ഏറ്റവും കുറവ് സ്പീഡിലാണ് ഏതിൽ കൂടെ ട്രാവൽ ചെയ്യുന്നത്? ഏറ്റവും കുറവ് സ്പീഡിലാണ് ഗ്യാസിൽ കൂടെ ട്രാവൽ ചെയ്യുന്നത്. അപ്പൊ ട്രാവൽ ചെയ്യുന്ന സ്പീഡ് എങ്ങനെയാണ്? ഏറ്റവും സ്പീഡിൽ ട്രാവൽ ചെയ്യുന്നത് സോളിഡ്സിൽ കൂടെയാണ്. അത് കഴിഞ്ഞ് ലിക്വിഡ്സ്, അത് കഴിഞ്ഞ് ഗ്യാസ്. ഓക്കെ, അപ്പൊ ഏറ്റവും സ്പീഡിൽ ട്രാവൽ ചെയ്യുന്നത് സോളിഡ്സ്, അത് കഴിഞ്ഞ് ലിക്വിഡ്സ്, അത് കഴിഞ്ഞ് ഗ്യാസ്. പെട്രോൾ ലിക്വിഡ് ആണ്, സ്റ്റീൽ സോളിഡ് ആണ്, നൈട്രജൻ എന്ന് പറയുന്നത് ഗ്യാസ് ആണ്, കെറോസിൻ ഓയിലും എന്താണ്? ലിക്വിഡ് ആണ്. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും സോളിഡ് ആയിട്ടുള്ള സ്റ്റീലിൽ കൂടെ ആയിരിക്കും ഏറ്റവും സ്പീഡിൽ എന്ത് ചെയ്യുന്നത്? നമ്മുടെ സൗണ്ട് ട്രാവൽ ചെയ്യുന്നത്. അത് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. സൗണ്ട് വേവ്സ് ആർ മെക്കാനിക്കൽ വേവ്സ് ബിക്കോസ് ദേ നീഡ് എ മെറ്റീരിയൽ മീഡിയം ഫോർ പ്രൊപ്പഗേഷൻ. സൗണ്ട് വേവ്സ് മെക്കാനിക്കൽ വേവ്സ് ആണ്. അവർക്ക് എന്തിന്റെ ആവശ്യമുണ്ട്? പ്രൊപ്പഗേഷന് വേണ്ടി ഒരു മീഡിയത്തിന്റെ ആവശ്യമുണ്ട്. The speed of sound depends on the properties of the medium through which it travels. ഏത് മീഡിയത്തിൽ കൂടെയാണോ ട്രാവൽ ചെയ്യുന്നത് അതിന്റെ പ്രോപ്പർട്ടീസ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? സൗണ്ട് ട്രാവൽ ചെയ്യുന്ന സ്പീഡിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. സ്പീഡ് ഓഫ് സൗണ്ട് ഇൻ എ മീഡിയം, സ്പീഡ് ഓഫ് സൗണ്ട് ഇൻ എ മീഡിയം depends on the temperature of the medium. ഒരു ടെമ്പറേച്ചർ, ഒരു മീഡിയത്തിന്റെ ടെമ്പറേച്ചറിനെയും സ്പീഡ് ഓഫ് സൗണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സ്പീഡ് ഓഫ് സൗണ്ട് ഡിക്രീസസ് when we go from solid to gaseous state. സോളിഡിൽ നിന്ന് ഗാഷ്യസ് സ്റ്റേറ്റിലേക്ക് പോകുമ്പോൾ സ്പീഡ് എന്ത് ചെയ്യും? കുറഞ്ഞു വരും. അതായത് സോളിഡിൽ ഏറ്റവും സ്പീഡാണ്, ലിക്വിഡിൽ കുറച്ചുകൂടി സ്പീഡ് കുറവാണ്, ഗ്യാഷ്യസിലാണ് ഏറ്റവും സ്പീഡ് കുറവായിട്ട് വരിക. In any medium we can increase temperature, the speed of sound increases. ഏതൊരു മീഡിയത്തിലായാലും നമ്മൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്താൽ എന്ത് ചെയ്യും? സൗണ്ടിന്റെ സ്പീഡും ഇൻക്രീസ് ആയി പോകും. ഇതാണ് ബേസിക്കലി നമ്മളിവിടെ പറയുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. What is the process called when heavier component settles down after adding water to the mixture? ഒരു മിക്സ്ചറിലേക്ക് നമ്മൾ വെള്ളം ആഡ് ചെയ്ത് മിക്സ് ചെയ്യുമ്പോൾ ഹെവിയർ കോമ്പണൻസ് താഴേക്ക് സെറ്റിൽ ആവുന്നതിന് പറയുന്ന പേരെന്താണ്? സീവിങ്, ക്രഷിംഗ്, യാണിംഗ്, സെഡിമെന്റേഷൻ. താഴെ തന്നിരിക്കുന്നത് വെള്ളം മിക്സ് ചെയ്ത് കഴിയുമ്പോൾ മെറ്റീരിയൽസ് താഴെ, ഹെവിയർ പാർട്ടിക്കിൾസ് ഏറ്റവും താഴെ അടിയുന്നതിന് പറയുന്ന പേരെന്താണ്? നമുക്ക് ഓരോ ഓപ്ഷൻസ് ആയിട്ട് നോക്കി പോവാം. സീവിങ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ ഓരോ സാധനങ്ങള് അരിക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? സീവിങ് അല്ലേ? അരിക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? സീവിങ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത് ട്രഷിംഗ് എന്ന് പറഞ്ഞാലോ? ട്രഷിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇമേജ് കാണിച്ചു തരാം. ഇതാ കണ്ടോ? ട്രഷിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കറ്റയൊക്കെ കണ്ടില്ലേ? ഈ നെല്ലൊക്കെയുള്ള ഈ കെട്ടിനെയാണ് നമ്മൾ കറ്റ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കെട്ടിനെ എന്ത് ചെയ്യുമ്പോൾ ഈ കെട്ടിനെ നമ്മൾ ഇങ്ങനെ തറയിൽ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് എന്ത് പറ്റും? വൈക്കോല് വേറെ ആവും, നെല്ല് വേറെ ആവും, അല്ലെങ്കിൽ മാറി വരും. അങ്ങനെ മാറി വരുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ട്രഷിംഗ് അല്ലെങ്കിൽ ട്രാഷിംഗ്. ട്രഷിംഗ് അല്ലെങ്കിൽ ട്രാഷിംഗ്, ഈ രണ്ട് പേര് നമ്മൾ പറയാറുണ്ട് അല്ലേ? ട്രഷിംഗ് അല്ലെങ്കിൽ ട്രാഷിംഗ് എന്ന് പറയാറുണ്ട്. ഈ പറയുന്നത് എന്തിനാണ്? നമ്മുടെ കറ്റയൊക്കെ മെതിക്കുന്നതിനാണ് നമ്മൾ ട്രഷിംഗ് അല്ലെങ്കിൽ ട്രാഷിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് നമ്മൾ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഹെവിയർ പാർട്ടിക്കിൾസ് വെള്ളം ചേർത്ത് മിക്സ് ചെയ്യുമ്പോൾ താഴെ അടിയുന്ന പ്രോസസ്സിന് പറയുന്ന പേര് അതെന്താണ്? സെഡിമെന്റേഷൻ. ഹെവിയർ പാർട്ടിക്കിൾസ് കറ്റയൊക്കെ മെതിക്കുന്ന സമയത്ത് താഴെ അടിയുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? സെഡിമെന്റേഷൻ. ഓക്കെ, അടുത്തത് സീവിങ് നമുക്കറിയാം അരിക്കുന്നതാണ്. യാൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂലാണ് കേട്ടോ. അതാണ് അടുത്ത ഓപ്ഷൻ ഉള്ള യാണിങ് എന്ന് പറയുന്നത്. അടുത്ത് നോക്കാം. പ്രോസസ് ഓഫ് കോട്ടിംഗ് അയൺ വിത്ത് സിങ്ക് ടു പ്രൊട്ടക്ട് ഇറ്റ് ഫ്രം റസ്റ്റിംഗ് ഈസ് നോൺ ആസ്. ഓക്കെ, തുരുമ്പെടുക്കുന്നത് തടയാൻ വേണ്ടിയിട്ട് നമ്മൾ അയണിനെ സിങ്ക് വെച്ച് കോട്ട് ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരെന്താണ്? നമുക്കറിയാം, galvanization അല്ലേ? The process of deposition of a thin layer of zinc over iron surface is called as galvanization. It is used to protect iron from rusting. അയണിനെ തുരുമ്പെടുക്കുന്നതിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സിങ്ക് കൊണ്ട് കോട്ട് ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണിത് galvanization. ഓക്കെ, അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇന്റർമോളിക്കുലർ സ്പേസ് ഈസ് ലീസ്റ്റ് വാട്ടർ, സ്റ്റീം, ഐസ്, ഓൾ ഓഫ് ദം. വെള്ളത്തിന്റെ 3 ഫോമാണ് തന്നിട്ടുള്ളത്. നമുക്ക് വാട്ടർ തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ സ്റ്റീം തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഐസ് തന്നിട്ടുണ്ട്. ആർക്കാണ് ഇന്റർമോളിക്കുലർ സ്പേസ് ഏറ്റവും കുറവെന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമുക്കറിയാം
സോളിഡ് സബ്സ്റ്റൻസിനായിരിക്കും എന്തെന്ന് പറയുന്നത് ഏറ്റവും കുറവ് ഇന്റർമോളിക്കുലർ സ്പേസ്. സോളിഡ് സബ്സ്റ്റൻസ് സാധനങ്ങൾ നമ്മളിങ്ങനെ അടുക്കി ആറ്റംസ് നമ്മൾ അടുക്കി വെച്ചേക്കുമായിരിക്കും. ഒന്നിനടുത്ത് തൊട്ടടുത്തത് ഇങ്ങനെ അടുക്കി വെച്ചേക്കുമായിരിക്കും. അവിടെ രണ്ട് ആറ്റംസ് തമ്മിൽ സ്പേസ് കാണത്തില്ല. അപ്പോൾ അവിടെ ഇന്റർമോളിക്കുലർ സ്പേസ് വളരെ കുറവാണ്. ഇനി ലിക്വിഡ്സിലേക്ക് വരുമ്പോൾ അവർ കുറച്ചും കൂടെ ഫ്രീ ആണ്. ഇപ്പോൾ സോളിഡ്സ് ആണെങ്കിൽ രണ്ട് ആറ്റം ഇങ്ങനെ ഒട്ടിയാണ് ഇരിക്കുന്നത്. ഈ ലിക്വിഡ്സ് ആണെങ്കിൽ ഒരെണ്ണം ഇവിടെയും വരും. കുറച്ചൊരു ഡിസ്റ്റൻസിൽ രണ്ട് ആറ്റംസ് തമ്മിൽ വരും. ഓക്കെ, ഇനി ഗ്യാസസ് ആണെങ്കിൽ ഒരെണ്ണം ഇവിടെ കാണും, ഒരെണ്ണത്തിന്റെ പാട്ടിന് എങ്ങോട്ടെങ്കിലും പോകും. ഒരെണ്ണം എവിടെയോ ആയിരിക്കും, അല്ല ഇത്ര ദൂരെ ആയിരിക്കും, ചിലപ്പോൾ അങ്ങ് പോകും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടെ ഗ്യാസ് എന്ന് പറയും. അപ്പോൾ ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഏറ്റവും കൂടുതൽ ആരൊക്കെ തമ്മിലായിരിക്കും? സോളിഡ്സിലായിരിക്കും. അട്രാക്ഷൻ കൂടുമ്പോഴാണ് ഇവർ അടുത്തിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഇന്റർമോളിക്കുലർ സ്പേസ് ഏറ്റവും കുറവ് ഏതാണെന്ന് ചോദിച്ചാലും, അല്ലെങ്കിൽ ഇന്റർമോളിക്കുലർ അട്രാക്ഷൻ ഏറ്റവും കൂടുതൽ ആർക്കാന്ന് ചോദിച്ചാൽ ആർക്കാന്ന് പറയണം? സോളിഡ്സിനാന്ന് പറയണം. അത് കഴിഞ്ഞ് ലിക്വിഡ്സ് ഏറ്റവും കുറവ് വരുന്നത് ഗ്യാഷ്യസിനാണ്. ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമ്മൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്ന സെഷൻസിൽ കാണാം. എക്സാം ഒക്കെ ഇങ്ങനെ എത്തി. എല്ലാവരും മാക്സിമം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുക. ഹാപ്പി ലേണിംഗ്. ഹാവ് എ നൈസ് ടൈം. ബൈ.